പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പിറവിയുടെ സ്മരണയിൽ നാട് നബിദിനം ആഘോഷിച്ചു. SKSSF ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ നബിദിന ഘോഷയാത്ര നടന്നു. തുടർന്ന് മങ്ങാട്ടുകവലയിൽ പൊതുസമ്മേളനവും ഉണ്ടായിരുന്നു. مرحبا يا جبل حسين مرحبا مرحبا نور محمد مرحبا 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 يا نور عيني مرحبا يا جبل حسين مرحبا مرحبا نور കുന്നം ദാറുൽ ഫഹദ് ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ നബിദിന റാലി നടത്തി. പള്ളി അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. MSS നടപ്പാക്കുന്ന ക്യാൻസർ പെൻഷൻ പദ്ധതിക്ക് തുടക്കമായി. സംഘടനാംഗങ്ങളായ 25 പേർ ക്യാൻസർ രോഗികൾക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണിത്. ഒരംഗം കുറഞ്ഞത് ഒരാൾക്കെങ്കിലും പെൻഷൻ നൽകും. ഇടുക്കി പ്രസ് ക്ലബ് ഹാളിൽ ചേർന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. എല്ലാ മാസവും പെൻഷൻ കൊടുക്കുന്ന ഒരു നിശ്ചിത തുക പെൻഷൻ കൊടുക്കുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ആരംഭമാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത്. സമൂഹത്തിൽ നമുക്കറിയാം കഷ്ടതകളും ബുദ്ധിമുട്ടുകളും യാതനകളും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരെയൊക്കെ സഹായിക്കുവാൻ നമ്മളെപ്പോലെയുള്ള ആളുകൾ മുമ്പോട്ട് വരേണ്ടതും അത്യാവശ്യമാണ്. ഇന്ന് സമൂഹത്തിലെ പല സംഘടനകളുമൊക്കെ ആ രംഗത്തേക്ക് കടന്നു വന്ന് പ്രവർത്തിക്കുന്നുള്ളതും നമുക്കൊരാശ്വാസകരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സമൂഹത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ആരാലും നോക്കാനും സംരക്ഷിക്കാനും കഴിയാത്ത ഒട്ടനവധി ആളുകൾ ഉണ്ട്.
ഒരു അസുഖം വന്നാൽ ചികിത്സ നടത്തുവാൻ സാമ്പത്തികമില്ലാത്ത ആളുകൾ, അവരെയൊക്കെ ചികിത്സയ്ക്ക് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് അവരെയൊക്കെ അസുഖം സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആ നല്ല കാര്യമാണ് ഇവിടെ മുസ്ലിം സർവീസ് സൊസൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം വളരെ സാധാരണമാണ്. കോലാനി ബെങ്ങല്ലൂർ ബൈപ്പാസിന്റെ ആരംഭ ഭാഗമായ കോലാനി ജംഗ്ഷൻ അപകടക്കെണിയാവുകയാണ്. ശാസ്ത്രീയമായി ഡിവൈഡർ സ്ഥാപിക്കാത്തത് മൂലം ഇന്ന് തന്നെ 3 അപകടങ്ങൾ ഇവിടെയുണ്ടായി. കോലാനി ബെങ്ങല്ലൂർ ബൈപ്പാസ് ഗതാഗതത്തിന് തുറന്നതോടെ കോലാനി ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവായി കഴിഞ്ഞു. 3 സംഭവങ്ങളിലായി 6 വാഹനങ്ങൾ ഇന്ന് തന്നെ ഇവിടെ കൂട്ടിയിടിച്ചു. നാൽക്കവലയായ ഇവിടെ ശാസ്ത്രീയമായി മീഡിയനുകൾ സ്ഥാപിക്കാത്തതാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. മണൽ ചാക്കുകൾ നിറച്ച താൽക്കാലിക മീഡിയനാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. കൃത്യമായി സ്ഥാനം നിർണയിച്ച് വേണ്ടത്ര ഉയരത്തിലും വലിപ്പത്തിലുമല്ല ഇവ നിർമ്മിച്ചിട്ടുള്ളത്. വളരെ അടുത്തെത്തുമ്പോൾ മാത്രമാണ് മീഡിയനുകൾ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പെട്ടെന്ന് വാഹനം തിരിക്കുമ്പോഴാണ് കൂട്ടിയിടികൾ ഉണ്ടാകുന്നത്. ഒട്ടനവധി വാഹനങ്ങൾ മീഡിയനുകൾ വഴി തിരിയാതെയും കടന്നു പോകുന്നുണ്ട്. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. മാത്രമല്ല, ദിശ കാണിക്കുന്ന ബോർഡുകളും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. തൊടുപുഴയുടെ അഭിമാനമായ ബൈപ്പാസ് അപകടക്കെണിയാകാതിരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ബിസിനസ് വാർത്ത. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ EAP ബിൽഡിംഗ്സിൽ മൊബൈൽ പാലസ് പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ ഷീജ ജയൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് നറുക്കെടുപ്പ് വിജയിയെ പ്രഖ്യാപിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് R രമേശ് സമ്മാനദാനം നടത്തി. പ്രമുഖ കമ്പനികളുടെ മൊബൈൽ ഫോണുകളും ആക്സസറികളും ഇവിടെ ലഭ്യമാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.